അപ്പോൾ ഇതിൻ്റെ ടീസർ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ എനിക്ക് അന്നത്തെ ഇവിടെയാണെങ്കിൽ സമയക്കുറവൊക്കെ ഉണ്ടായതുകൊണ്ടേ പെട്ടെന്ന് എല്ലാ സിനിമയും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ ഡിസംബറിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ അടിപൊളി ഒരു സിനിമ ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇതൊരു ഗാങ്സ്റ്റർ പടമാണ്, അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ അതേപോലെ ഒരു വ്യൂവിൽ നമ്മൾ കണ്ടാൽ മതിയായിരിക്കും. പിന്നെ ഇതിൽ ഉണ്ണി മുകുന്ദന് നല്ല അടിപൊളി ഒരു വേഷമാണ് കിട്ടിയിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്ന ഒരു ധന്യ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. അപ്പം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂംസ് ആണ് ഉണ്ണി മുകുന്ദൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഓരോ സീനും സൂപ്പറായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതായിട്ട് തോന്നുന്നു. ലാസ്റ്റ് ഒരു തീയൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു സീനൊക്കെ ഉണ്ട്. അത് കണ്ടാൽ നമുക്കൊരു അതിശയം തോന്നുന്നുണ്ട്. ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ഹനീഫ് അദാനിയാണ്. ഹനീഫ് അദാനിയുടെ വേറെയും ഒരു സിനിമയുണ്ട്. മമ്മൂട്ടിയുടെ നേരത്തെ ഒരു ചെയ്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഫാദർ ആണ്. അപ്പം മമ്മൂട്ടി വെച്ചിട്ട് ഈ ഹനീഫ് അദാനിന് ഇനി ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നമ്മൾ ടീസർ കാണുമ്പോഴുള്ള മ്യൂസിക് ഒക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗദീഷിനെ നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊരു സംശയം തോന്നി, ഈ ഗാങ്സ്റ്ററുടെ തലവനാണോന്ന്. അതേ രീതിയിലുള്ള കോട്ട് സ്യൂട്ടും ഒക്കെ ഇട്ടാണ് പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള സീൻ കാണിച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ജഗദീഷ് ചേട്ടന് നല്ല വേഷമാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം പല ഇന്റർവ്യൂവിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജഗദീഷ് ചേട്ടൻ ഇതുവരെ അഭിനയിച്ചിരിക്കുന്നതിനേക്കാളും നല്ല ഒരു അടിപൊളി വേഷത്തിലാണ് ഇതിനകത്ത് വരുന്നതെന്ന് പല ഇന്റർവ്യൂകളിലും കണ്ടറിഞ്ഞു. ജഗദീഷ് ചേട്ടൻ ഇതുവരെ അഭിനയിച്ചിരിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി വേഷമാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ ഉണ്ണി മുകുന്ദനും നല്ലൊരു വേഷമാണ് കിട്ടുക. ഒത്തിരി സിനിമകളിൽ ഈ ഇടയായിട്ട് ഉണ്ണി മുകുന്ദൻ്റെ അത് വരുന്നുണ്ട്. അതൊക്കെ ഒത്തിരി നല്ല വെറൈറ്റി വേഷത്തിലും നല്ല നല്ല സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉണ്ണി മുകുന്ദന് നല്ലൊരു വിജയമാകട്ടെ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ മാർക്കോ ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയി നിങ്ങൾ എല്ലാവരും കാണുക. ഈ സിനിമയ്ക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക.